ഈ അടുത്ത നാളുകളിൽ ഏതൊരു പുതിയ യുവനടൻ മലയാളത്തിൽ വന്നാലും അതിൻ്റെ പേരിൽ സോഷ്യൽ മീഡിയയിൽ അനാവശ്യ ഹേറ്റ് വാങ്ങേണ്ടി വരുന്ന നടനാണ് നസ്ലൻ. നീ തീർന്നടൻ നസ്ലനെ എന്ന് സന്ദീപിൻ്റെയും ഹാഷിറിൻ്റെയും പടങ്ങൾ വെച്ച് എത്രയോ പോസ്റ്റുകൾ നമ്മൾ കണ്ടു കാണും. പക്ഷേ മറ്റൊരു തരത്തിൽ നോക്കിയാൽ അത് നസ്ലൻ സെറ്റ് ചെയ്തു വെച്ച ബെഞ്ച് മാർക്ക് കൂടിയായിരുന്നു. ഏതൊരു യുവതാരവും കമ്പയർ ചെയ്യപ്പെടാനുള്ള ബെഞ്ച് മാർക്കാണ് ഇന്ന് നസ്ലൻ. മമ്മൂട്ടി ചിത്രം മധുരരാജയിൽ ആൾക്കൂട്ടത്തിനിടയിൽ നിന്നൊരു പയ്യൻ, തണ്ണീർമത്തൻ ദിനങ്ങളിൽ നായകന്റെ കൂട്ടുകാരനായുള്ള തുടക്കം. എന്നാൽ ഇന്ന് കഥയാകെ മാറി. ആൾക്കൂട്ടത്തിനിടയിൽ നിന്നവനെ കാണാനായി ഒരു കൂട്ടം തന്നെ തിയേറ്ററിലെത്തുന്നു. ആദ്യ ദിനം തന്നെ അയാളുടെ സിനിമയ്ക്ക് ഫാമിലി പ്രേക്ഷകർ ഉൾപ്പെടെ ഇരച്ചു കയറുന്നു. നസ്ലൻ ഗഫൂർ എന്ന പേര് ഇന്ന് മലയാളി പ്രേക്ഷകർക്കിടയിൽ ഒരു വിശ്വാസമാണ്. നസ്ലനും അയാളുടെ സിനിമകളും നിരാശപ്പെടുത്തില്ല എന്ന വിശ്വാസം. ഏറ്റവും പുതിയ സിനിമയായ മോളിവുഡ് ടൈംസിലേക്ക് എത്തുമ്പോൾ പ്രേമലുവിൽ നമ്മൾ കണ്ട ആ ക്യൂട്ട് ബോയ് നെക്സ്റ്റ് ഡോർ സച്ചിൻ അല്ല നസ്ലന്റെ വിനീത് മാധവൻ. അഭിനയത്തിൽ തഴക്കം വന്ന തരം മെയ്വഴക്കത്തോടെ പെർഫോം ചെയ്യുന്ന ഒരു ഗംഭീര അഭിനേതാവിനെ കൂടിയാണ് നമുക്ക് ലഭിക്കുന്നത്. നിനക്കൊക്കെ പെണ്ണുങ്ങളുടെ പുറകെ പോകാൻ ഭ്രാന്താണോ എന്ന് തൻ്റെതായ ശൈലിയിൽ പറഞ്ഞ് ചിരിപ്പിച്ച ചക്കൻ. ഓരോ സിനിമയിലും തൻ്റെ എക്സ്പ്രഷനുകൾ കൊണ്ടും ഡയലോഗ് ഡെലിവറി കൊണ്ടും പ്രേക്ഷകരെ ചിരിപ്പിച്ച് ഇഷ്ടം പിടിച്ചു പറ്റാൻ നസ്ലന് ആദ്യമേ സാധിച്ചിരുന്നു. തണ്ണീർമത്തൻ ദിനങ്ങളും സൂപ്പർ ശരണിയും ഹോമും ജോയുമെല്ലാം നസ്ലന് മാത്രം ചെയ്ത് ഫലിപ്പിക്കാൻ കഴിയുന്ന കഥാപാത്രങ്ങളായിരുന്നു. അതിനൊപ്പം ഗിരീഷ് ഏടി പ്രേമലുവുമായി വന്നപ്പോൾ മലയാളത്തിൽ ലഭിച്ചത് ഒരു പുത്തൻ യൂത്ത് സ്റ്റാറിനെയാണ്. വെറും നോട്ടങ്ങൾ കൊണ്ട് നസ്ലൻ ചിരിപ്പിക്കും. കാണുമ്പോൾ എളുപ്പമാണെന്ന് തോന്നാം, പക്ഷേ അത് ചെയ്തു ഫലിപ്പിക്കാൻ അത്ര എളുപ്പമല്ല. രാജമൗലി പറഞ്ഞതുപോലെ പ്രേമലുവിൻ്റെ ക്ലൈമാക്സിൽ ഒരു ഹലോ കാണിക്കുന്നിടത്ത് പോലും ഒരു നസ്ലൻ സ്റ്റൈലുണ്ട്. അപ്പോഴും തനിക്കുള്ളിൽ ഹ്യൂമറിനപ്പുറം ഒരു ഗംഭീര ആക്ടർ ഉണ്ടെന്ന സൂചന നസ്ലൻ നൽകിക്കൊണ്ടിരുന്നു. വരനെ ആവശ്യമുണ്ടെന്ന സിനിമയിലെ മിനിറ്റുകൾ മാത്രമുള്ള ഫ്ലാഷ് ബാക്ക് ആയിക്കോട്ടെ, കുരുതിയിലെ റസൂലാകട്ടെ, തൻ്റെ ഉള്ളിലെ ആക്ടർ പൊട്ടൻഷ്യലിനെ നസ്ലൻ പുറത്തു കൊണ്ടുവരുന്ന സമയങ്ങളായിരുന്നു അതെല്ലാം. അവിടെയാണ് അഭിനവ് സുന്ദർ നായക് എന്ന സംവിധായകൻ ഒരു ഫുൾ സിനിമ തന്നെ നസ്ലന് അഴിഞ്ഞാടാൻ ഒരുക്കി കൊടുത്തിരിക്കുന്നത്. വിനീത് മാധവൻ എന്ന മോളിവുഡ് ടൈംസിലെ നായകൻ ഗ്രേയാണ്. പല ലെയറുകളുള്ള ക്യാരക്ടർ ആർക്കിൽ കൃത്യമായ മാറ്റങ്ങൾ വരുന്ന ഒരു കഥാപാത്രമാണ്. ചുരുക്കത്തിൽ സിനിമയുടെ നെടുന്തൂൺ. ഒരിടത്ത് പാളിയാൽ സിനിമയാകെ തകിടം മറിച്ചേക്കാം. എന്നാൽ നസ്ലൻ എന്ന അഭിനേതാവിൻ്റെ പുതിയ അധ്യായമാണ് മോളിവുഡ് ടൈംസ് എന്ന് ചിത്രം കണ്ടവർക്ക് മനസ്സിലാകും. ആദ്യ പകുതിയിൽ നമ്മൾ കാണുന്ന വിനീത് മാധവൻ അല്ല രണ്ടാം പകുതിയിൽ. നടപ്പിലും എടുപ്പിലും സംസാര ശൈലിയിലും ലുക്കിലും ആറ്റിറ്റ്യൂഡിലുമെല്ലാം അടിമുടി മാറ്റം. അത് കാണുന്ന പ്രേക്ഷകർക്ക് കൂടി ഫീൽ ചെയ്യുന്നു എന്നിടത്താണ് നസ്ലൻ എന്ന അഭിനേതാവ് കയ്യടി നേടുന്നത്. ഒരു പാവം പയ്യനിൽ നിന്ന് ഗ്രേ ആയ നായകനിലേക്ക് എത്തുമ്പോഴും ഒരു ലൈക്കബിലിറ്റി നസ്ലൻ നിലനിർത്തുന്നുണ്ട്. ഏത് കഥാപാത്രം എടുത്താലും ഒരേ സംസാര ശൈലിയും ഡയലോഗ് മോഡുലേഷനും. നസ്ലൻ കേട്ട പ്രധാന വിമർശനം ഇതാകും. മോളിവുഡ് ടൈംസിലേക്ക് എത്തുമ്പോൾ അടിമുടി അഴിച്ചുപണി ചെക്കൻ നടത്തിയിട്ടുണ്ട്. ഡയലോഗ് മോഡുലേഷനിലടക്കം നസ്ലൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. പ്രേമലു ലോക പോലെ വമ്പൻ ബോക്സ് ഓഫീസ് ഹിറ്റുകൾക്ക് പിന്നാലെ മോളിവുഡ് ടൈംസ് പോലൊരു എക്സ്പെരിമെന്റ് സിനിമയുടെ ഭാഗമാകാൻ നസ്ലനെടുത്ത ധൈര്യത്തെയും അഭിനന്ദിക്കണം. ഡാൻസിലെ തന്റെ പരിമിതികൾ മനസ്സിലാക്കി അതിനായി അദ്ദേഹം എടുത്ത എഫേർട്ടിനെയും അഭിനന്ദിച്ചേ മതിയാകൂ. സ്റ്റാറായും അഭിനേതാവായും നസ്ലൻ കഴിവ് തെളിയിച്ചു കഴിഞ്ഞു. ഇനി വരാനിരിക്കുന്ന വമ്പൻ ലൈനപ്പുകൾ നോക്കിയാൽ മലയാള സിനിമയുടെ മുൻനിരയിലേക്ക് കസേരയിട്ടിരിക്കാൻ ഉറപ്പിച്ചിരിക്കുകയാണ് നസ്ലൻ. സൂര്യ ജിത്തു മാധവൻ ചിത്രം, ആസിഫ് അലിയുടെ ബിഗ് ബജറ്റ് ആക്ഷൻ ചിത്രം ടിക്കി ടാക്ക, അമൽ നീരദിന്റെ ബാച്ചലർ പാർട്ടി, മമ്മൂട്ടി ഖാലിദ് റഹ്മാൻ ചിത്രം മട്ടാഞ്ചേരി മാഫിയ എന്നീ സിനിമകൾ കൂടി എത്തുമ്പോൾ അഭിനേതാവായും സ്റ്റാർ വാല്യൂവിലും മറ്റൊരു ഉയരത്തിലേക്ക് എത്താൻ നസ്ലന് കഴിയട്ടെ.